السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. മാസഞ്ചരിയ കോഴ്സിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനായി മുന്നോട്ട് വരികയും ചെയ്ത നിങ്ങൾക്കുള്ള ഫിഖ്ഹ് ക്ലാസ്സുകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഫിഖ്ഹ് എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കനുസൃതമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന അറിവാണ്. ആ വാക്കിൻ്റെ അർത്ഥം അറിവ്, മനസ്സിലാക്കൽ എന്നൊക്കെയാണ് ഫിഖ്ഹ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ ചലനങ്ങളെയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി എങ്ങനെ ആക്കിത്തീർക്കണം എന്ന അറിവാണ്. അതാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹ്. ഇതിനെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ 4 പാർട്ടാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ഇബാദത്തുകൾ, അള്ളാഹുവുമായി നാം സൃഷ്ടികൾ ചെയ്യേണ്ട കർമ്മങ്ങളാണല്ലോ ഇബാദത്തുകൾ എന്ന് പറയുന്നത്. അതാണ് ഒരു പാർട്ട്. അതിൽ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് ഇക്കാര്യങ്ങളാണ് അതിൽ വരുന്നത്. മറ്റൊന്ന് മുആമലാത്താണ്, ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ, മനുഷ്യർ മറ്റു മനുഷ്യരുമായിട്ടുള്ള വ്യവഹാരങ്ങൾ. അത് വാങ്ങൽ കൊടുക്കലുകൾ, വാടക, പണയം, ഹവാല പോലുള്ള മനുഷ്യർ മനുഷ്യരുമായി ചെയ്യുന്ന ഇടപാടുകളാണ് ആ പാർട്ടിൽ വരുന്നത്. മൂന്നാമതായി മുനാക്കഹാത്ത്, അത് കുടുംബപരമായിട്ടുള്ള വിവാഹം, വിവാഹമോചനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പാർട്ടിൽ വരുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആ പാർട്ടിൽ വരുന്നത്. നാലാമത്തെ പാർട്ട് ജിനായാത്ത് ആണ്. മനുഷ്യർ സാമൂഹ്യമായി ജീവിക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ തമ്മിൽ എതിരായി വരിക എന്നത് സ്വാഭാവികമാണ്. ഓരോരുത്തരും അവനവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ ബലി കഴിക്കുന്ന, അതിനോട് എതിരിടുന്ന ചില സമയങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവർ തമ്മിൽ വിദ്വേഷവും പകയും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനോട് ബന്ധപ്പെട്ട നിയമങ്ങളും പരിഹാരങ്ങളും അതിൻ്റെ നിയമപരമായിട്ടുള്ള ചർച്ചകളുമൊക്കെയാണ് ജിനായാത്ത് എന്ന 4-ാം പാർട്ടിൽ വരുന്നത്. ഇങ്ങനെ ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത് എന്നിങ്ങനെ 4 പാർട്ടുകളായിട്ടാണ് ഫിഖ്ഹിനെ നമ്മുടെ മുൻഗാമികൾ തിരിച്ചിട്ടുള്ളത്. അതിൽ ഇബാദാത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ് എന്ന് നമുക്കറിയാം. ആ നിസ്കാരത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ശുദ്ധിയാണ്. അത്വഹാറത്തു മിഫ്താഹുസ്സലാ, നിസ്കാരത്തിൻ്റെ താക്കോലാണ് ശുദ്ധി എന്നാണ് പ്രമാണങ്ങളിൽ കാണുന്നത്. ആ ശുദ്ധിയെക്കുറിച്ചാണ് ആദ്യത്തെ ക്ലാസ്സിൽ നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ശുദ്ധിയുടെ ഏറ്റവും അഭിവാജ്യമായിട്ടുള്ളതും അടിസ്ഥാനപരമായിട്ടുള്ളതുമായ ഉപാധി, അതിൻ്റെ ഘടകം, അതിൻ്റെ മാധ്യമം അത് വെള്ളമാണ്. ഈ വെള്ളത്തെ നമുക്ക് 3 രീതിയിൽ
ഫിഖ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് തഹൂർ, സ്വയം ശുദ്ധിയുള്ളതും മറ്റ് ശുദ്ധീകരണത്തിന് സാധിക്കുന്നതുമായിട്ടുള്ള വെള്ളം. സ്വയം അതിന് ശുദ്ധിയുണ്ട്, മറ്റു ശുദ്ധികൾ വരുത്താനും അത് കൊണ്ട് സാധിക്കും. അങ്ങനെയുള്ള വെള്ളം ആണ് ഫിഖിന്റെ ഭാഷയിൽ തഹൂർ എന്ന് പറയുന്നത്. മറ്റൊന്ന് താഹിർ, അതിൻ്റെ അവസ്ഥ അതിന് സ്വയം ശുദ്ധിയുണ്ട്, പക്ഷേ ശുദ്ധീകരണ പ്രക്രിയകളിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ജ്യൂസുകളും നമ്മുടെ പാനീയങ്ങളൊക്കെ, ശുദ്ധജലം അല്ലാത്ത മറ്റു പാനീയങ്ങളൊക്കെ ആ അവസ്ഥയിലാണ് ഉള്ളത്. അതിന് ശുദ്ധിയുണ്ട്, അതുകൊണ്ട് നമുക്ക് കുടിക്കാം, മറ്റു പ്രയോജനങ്ങളൊക്കെ നടത്താം. പക്ഷേ അതുകൊണ്ട് ശുദ്ധീകരണം, നജസ് നീക്കുവാനോ അല്ലെങ്കിൽ ഒളു, കുളി പോലുള്ള ശുദ്ധീകരണത്തിനോ അത് ഉപയോഗപ്പെടുത്താവതല്ല. മറ്റൊന്ന് നജസ്. നജസ് എന്ന് പറഞ്ഞാൽ അത് അശുദ്ധമായ വെള്ളമാണ്, അത് സ്വയം ശുദ്ധിയില്ല, അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിന് സാധിക്കുകയുമില്ല. ഇങ്ങനെ 3 ഐറ്റമാണ്: ത്വഹൂർ, ത്വാഹിർ, നജസ് എന്നിങ്ങനെ 3 ഐറ്റത്തിലാണ് ഫിഖ് വെള്ളത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഉളു, കുളി എന്ന 2 ശുദ്ധീകരണത്തിനും അതുപോലെ നജസ്സുകളെ നീക്കുന്നതിനുമൊക്കെ തഹൂറായ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. എന്താണ് തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ? തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ ഫുഖഹാക്കൾ അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മാഉൻ മുത്തലഖുൻ ബിലാ ഖൈദിൻ ലാസിം എന്ന് നമുക്ക് ചുരുക്കി പറയാം. വിട്ടുപിരിയാത്ത നിബന്ധനയോടുകൂടെ അല്ലാതെ നിരുപാധികം വെള്ളം എന്ന് നാം പറയുമ്പോൾ ഏതൊന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്? അതാണ് തഹൂറായ വെള്ളം. പന്നീർ വെള്ളം, അല്ലെങ്കിൽ മുന്തിരി വെള്ളം, മറ്റു പഴച്ചാറുകൾ പോലെയുള്ളതൊക്കെ അത് ആ അർത്ഥത്തിൽ തന്നെ പറഞ്ഞെങ്കിലല്ലേ അത് വ്യക്തമാവുകയുള്ളൂ. അങ്ങനെ പൈനാപ്പിളിൻ്റെ നീര്, അല്ലെങ്കിൽ ആപ്പിൾ നീര്, അല്ലെങ്കിൽ ഓറഞ്ച് നീര്, മുസംബി നീര് എന്നൊക്കെ പറഞ്ഞ് അത് കിട്ടണമെങ്കിൽ ആ നിബന്ധന, മുന്തിരി നീര് കിട്ടണമെങ്കിൽ മുന്തിരി നീര് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത നിബന്ധിതമായി പറയുന്ന ദ്രാവകങ്ങളാണ് ഖൈദുൻ ലാസിം ഉള്ള ഖൈദുകൾ. അങ്ങനെ ഖൈദുൻ ലാസിം, അതായത് ഒഴിവാക്കാൻ കഴിയാത്ത നിബന്ധന ഇല്ലാതെ നാം വെള്ളം എന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ ഉദ്ദേശിക്കപ്പെടുക? അത് നമുക്കറിയാം. നമ്മൾ സാധാരണ പച്ചവെള്ളം എന്ന് പറയുന്ന വെള്ളമാണ്. സാധാരണ വെള്ളം എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന, പുഴയിൽ നിന്ന് നാം കുളിക്കാൻ ഉപയോഗിക്കുന്ന കുളത്തിലെ വെള്ളം, അങ്ങനെയുള്ള സാധാ വെള്ളമാണ്. ആ സാധാ വെള്ളത്തിനാണ് തഹൂർ എന്ന് പറയുന്നത്. മഴവെള്ളവും ഒക്കെ അതിൽപ്പെട്ടതാണ്. കിണറിലെ വെള്ളം കിണറിലെ വെള്ളം എന്ന് തന്നെ പറഞ്ഞോളണം എന്നില്ല എന്ന് നമുക്കറിയാം. കുറച്ച് വെള്ളം എടുക്കാനേ പറയുള്ളൂ, കുറച്ച് കിണറ്റിലെ വെള്ളം കുടിക്കാൻ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് ലാജ്യമായ ഖൈദ് എന്നതിന് പറയില്ല. കിണറിലെ വെള്ളം എന്ന് അത് എവിടെ നിന്ന് എടുത്തതാണെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് കിണറിലെ വെള്ളം എന്ന് പറയുന്നത്. അതൊരു ലാജ്യമായ, ഒരു അനിവാര്യമായ നിബന്ധനയല്ല. എന്നാൽ മുസംബി നീര് കിട്ടണമെങ്കിൽ മുസംബി നീര് എന്ന് പറഞ്ഞെങ്കിൽ തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് അത് ലാജ്യമായ നിബന്ധനയാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ സാധാ വെള്ളം, പച്ചവെള്ളം എന്ന് പറയുന്ന ആ വെള്ളത്തിനാണ് ശറഇന്റെ ഭാഷയിൽ, ഫിഖ്ഹിന്റെ ഭാഷയിൽ തഹൂർ എന്ന് പറയുന്നത്. ആ തഹൂറായ വെള്ളം ഒളുവിനും കുളിക്കും അതുപോലെ നജസ് നീക്കുവാനുമൊക്കെ അതാണ് വേണ്ടത്. ആ വെള്ളം ഒരിക്കൽ ഒരു ഫറളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒളെടുത്തു, അല്ലെങ്കിൽ കുളിച്ചു, അല്ലെങ്കിൽ ഒരു നജസ് നീക്കി, അങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ അതിന് മുസ്തഅമലായ വെള്ളം എന്നാണ് പറയാം. മുസ്തഅമലായ വെള്ളം, ഒളെടുത്ത വെള്ളം അല്ലെങ്കിൽ കുളിച്ച വെള്ളം ഒക്കെ, ആ വെള്ളം അത് ത്വാഹിറാണെന്നാണ് പൊതുവെ അതിൻ്റെ വിധി. അത് സ്വയം ശുദ്ധിയുണ്ട്, അതുകൊണ്ട് നമ്മുടെ ദേഹത്തിലേക്കൊന്നും തെറിച്ചാൽ പ്രശ്നമില്ല. മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ വീണ്ടും അത് ശേഖരിച്ച് വെക്കാവുന്നതുമല്ല. മറ്റൊന്നിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് അതിനില്ല. അതുപോലെ അത് നജസുമല്ല. മുസ്തഅമലായ വെള്ളം താഹിർ എന്ന് പറയുന്ന സ്വയം ശുദ്ധിയുള്ള എന്ന് പറഞ്ഞ ആ വിഭാഗത്തിലാണ്
ഉൾപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഉപയോഗിക്കപ്പെട്ട വെള്ളം, നജസിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് രണ്ട് അവസ്ഥയുണ്ട്. ഒന്ന്, അതിന് വല്ല അതിൻ്റെ നിറം, മണം, രുചി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് വ്യത്യാസം വന്ന, ഇപ്പം കാഷ്ടമൊക്കെ കഴുകി കളയുമ്പോൾ അതിനാദ്യം വരുന്ന വെള്ളത്തിലൊക്കെ ഈ പകർച്ച വ്യത്യാസമുണ്ടാവും. അതിൻ്റെ നിറം, അതിൻ്റെ മണം ഒക്കെ, രുചി പോലത്തെ ഏതെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നജസ് എന്നതിലാണ് ഉൾപ്പെടുക. നജസ് കഴുകിയ വെള്ളം ഇങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ അത് നജസ്സാണ്. നേരെ മറിച്ച് വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ അതിൻ്റെ തൂക്കം കൂടുക, ഇപ്പോൾ മൂത്രത്തിൻ്റെ ഒരു തുള്ളി കഴുകിക്കളയുമ്പോൾ ആ ഒരു തുള്ളിയുടെ വെയിറ്റ് ഈ വെള്ളത്തിലേക്ക് സ്വാഭാവികമായിട്ടും വരും, നമ്മൾക്ക് തൂക്കി നോക്കിയാൽ പറ്റിയാലും ഇല്ലെങ്കിലും. അങ്ങനെയുള്ള തൂക്കം കൂടുകയോ വ്യത്യാസങ്ങൾ വരികയോ ചെയ്താൽ നജസ് കഴുകിയ വെള്ളം നജസ്സാണ്. അല്ല എങ്കിൽ നജസ് കഴുകിയ വെള്ളവും ഈ താഹിർ എന്ന പട്ടികയിലാണ് ഉൾപ്പെടുക. ഉദാഹരണത്തിന്, നമ്മുടെ കയ്യിലോ വസ്ത്രത്തിലോ മൂത്രമായി അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ നിറവും മണവും രുചിയൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ അത് ശുദ്ധിയാവും. ഹുക്കുമിയായ നജസ് എന്നാണ് അതിന് പറയാം. നജസ് പുറത്തേക്ക് കാണാനില്ല, പക്ഷേ അത് നജസാണെന്നാണ് അതിൻ്റെ വിധി. കഴുകുന്നത് വരെയും അത് നജസാണെന്നാണ് ശറഈന്റെ വിധി. അതുകൊണ്ട് അതിന് ഹുക്കുമിയായ നജസ് എന്നാണ് പറയാം. ആ ഹുക്കുമിയായ നജസ് കഴുകിയാൽ വെള്ളത്തിന് ഇപ്പറഞ്ഞ ഒരു മാറ്റവും സംഭവിക്കൂലല്ലോ. ആ വെള്ളത്തിൻ്റെ വെയിറ്റ് കൂടുകയില്ല, അല്ലെങ്കിൽ അതിൻ്റെ നിറത്തിന് വ്യത്യാസം വരൂല, മണത്തിന് വ്യത്യാസം വരൂല, രുചിക്കും വ്യത്യാസം വരൂല. അങ്ങനെയുള്ള ഒരു വ്യത്യാസവുമില്ലാത്ത നജസ് കഴുകിയ വെള്ളവും ഒലെടുത്ത വെള്ളവും കുളിച്ച വെള്ളവും ഒക്കെ ഇപ്പറഞ്ഞതുപോലെ അത് സ്വയം ശുദ്ധിയുള്ള വെള്ളമായിട്ടാണ് പരിഗണിക്കപ്പെടുക. സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ അതിന് കഴിയില്ല. നേരെ മറിച്ച് നിറവ്യത്യാസമോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് നജസായി മാറുകയും ചെയ്യും. ഇനി ഒരു വെള്ളം ഉപയോഗിക്കപ്പെട്ട വെള്ളം ആയിത്തീരുന്നത് എങ്ങനെ എന്ന് നമ്മൾ വളരെ വിശദമായി തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ഒന്നാണ് ഈ ഉപയോഗിക്കപ്പെട്ട വെള്ളം, മുസ്തഅമലായ വെള്ളം എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത്, അല്ലെങ്കിൽ ഹുക്മിയ നജസ് ആണെങ്കിൽ ആ നജസ് ആയ ഭാഗം, ആ ഭാഗത്ത് ശുദ്ധീകരണം വരുത്തിയ വെള്ളമാണ് മുസ്തഅമലായ വെള്ളം എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ഈ അശുദ്ധി എന്ന് പറയുന്നത്, ചെറിയ അശുദ്ധിക്ക് ഒലു കൊടുക്കണം, വലിയ അശുദ്ധിക്ക് കുളിക്കണം എന്ന് നമുക്കറിയാം. ഈ അശുദ്ധി എന്ന് പറയുന്നത് ഒരു നേർക്കുനേരെ നമുക്ക് കാണാൻ പറ്റിയ ഒരു കാര്യമല്ല. അത് അമ്രുൻ ഇഅ്തിബാരിയുൻ ഖായിമുൻ ബിൽ അഅ്ളാഇ യംനഉ സിഹത്തൻ ഹൈബിസ്സലാ എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ അതിന് പറഞ്ഞിട്ടുള്ള നിർവചനം. നിസ്കാരം പോലത്തത് ശരിയാകലിന് തടസ്സമാകുന്ന വിധത്തിലുള്ള നമ്മുടെ ശരീരാവയവങ്ങളിൽ നിലകൊള്ളുന്ന ഒരു പരിഗണനാത്മകമായിട്ടുള്ള കാര്യം എന്നാണ് അമ്രുൻ ഇഅ്തിബാരി. അത് പരിഗണനയുള്ള കാര്യമാണ്. അത് ടെലസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും ഒരുത്തൻ്റെ ഒളുവില്ലായ്മ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കൂല. ഒളുവില്ല എന്ന് വിചാരിച്ച് അവൻ്റെ അവയവത്തിൽ, ഇപ്പോൾ മുഖവും കയ്യും കാലും ആണല്ലോ ഒളുവിൽ കഴുകാറുള്ളത്. അവിടെ എന്തെങ്കിലും പ്രത്യേകമായ മാലിന്യമാവുകയോ അല്ലെങ്കിൽ ഈ വെള്ളം കൊണ്ട് നീക്കാൻ പറ്റുന്ന ദൃശ്യമായ നമ്മുടെ അനുഭവവേദ്യമായിട്ടുള്ളൊരു സംഗതിയും അവിടെ ഇല്ല. അപ്പം നമ്മുടെ ഇഅ്തിബാറിലുള്ള, വെറും നമ്മുടെ പരിഗണനയിലുള്ളൊരു കാര്യം മാത്രമാണ് അവിടെയുള്ള അശുദ്ധി എന്ന് പറയുന്നത്. ആ അശുദ്ധി, പരിഗണനയുള്ള ആ കാര്യത്തെ നീക്കാൻ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള വെള്ളം, അത് നീങ്ങിയിട്ടുണ്ടാവണം ആ വെള്ളം കൊണ്ട്. അങ്ങനെയുള്ള വെള്ളത്തിനാണ് മുസ്തഅമലായ വെള്ളം എന്ന് പറയാം. ഉദാഹരണത്തിന്, നാം നിയ്യത്ത് ചെയ്തുകൊണ്ട് മുഖം കഴുകിയാൽ, ഞാൻ ഉളുടുക്കുകയാണ് എന്ന നിയ്യത്തോടു കൂടി മുഖം കഴുകിയാൽ ആ മുഖത്തിലുള്ള അശുദ്ധി ആ വെള്ളം കൊണ്ട് ഉയർന്നു പോകും. അപ്പോൾ ആ വെള്ളം മുസ്തഅമലായി. അങ്ങനെ മുഖം കഴുകിക്കഴിഞ്ഞതിന് ശേഷമേ കൈ കഴുകാൻ പറ്റുള്ളൂല്ലോ. തർത്തീബ് നിർബന്ധമാണ്. ഉളുവിൻ്റെ ഫർളുകളിൽ ഒന്നാമത്തേത് നിയ്യത്തും രണ്ടാമത്തേത് മുഖം കഴുകലുമാണ്. മൂന്നാമത്തേത് കൈ കഴുകലാണ്. അവിടെ ആ തർത്തീബ്, ആ ക്രമം പാലിച്ചിരിക്കണം. ആദ്യം മുഖം കഴുകണം, എന്നിട്ട് പിന്നെ ആയിരിക്കണം കൈ കഴുകുന്നത്.
ഒരാൾ ഞാൻ ഒതുടുക്കുകയാണ് എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കൈ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് മുക്കിയാൽ ആ കൈയിലെ വെള്ളം ആ കയ്യമ്മത്ത് അശുദ്ധി ഉയരുന്നില്ല. അതുകൊണ്ട് ആ വെള്ളം ബക്കറ്റിലെ വെള്ളം മുസ്തഅമലാവുന്നുമില്ല. അപ്പം മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം കൈയിട്ടെങ്കിലേ കയ്യിലെ അശുദ്ധി ഉയരുകയുള്ളൂ എന്നതുകൊണ്ട് നമ്മുടെ കൈ ബക്കറ്റിലെ വെള്ളത്തിൽ തട്ടിയത് കൊണ്ടോ അതിൽ കൈ മുക്കിയത് കൊണ്ടോ, മുഖം കഴുകുന്നതിന് മുമ്പാണെങ്കിൽ നമ്മുടെ കൈ മുക്കിയത് കൊണ്ട് ആ വെള്ളം മുസ്തഅമലാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അവയവത്തിൽ നിന്ന് ആ വെള്ളത്തിൽ തട്ടിയ ആ ഭാഗത്ത് നിന്ന് അശുദ്ധി ഉയർന്നിട്ടുണ്ടോ എങ്കിൽ മാത്രമേ വെള്ളം മുസ്തഅമലാവുകയുള്ളൂ. നേരെ മറിച്ച് വലിയ അശുദ്ധിയാണെങ്കിൽ ശരീരത്തിന്റെ ഇന്ന ഭാഗം ആദ്യം കഴുകണം എന്ന് തർത്തീബ് നിർബന്ധമില്ല. സുന്നത്തുണ്ടെങ്കിലും നിർബന്ധമില്ല, ആദ്യം ഇന്ന ഭാഗം കഴുകണം എന്ന് നിർബന്ധമില്ല. അവിടെ ഞാൻ എൻ്റെ വലിയ അശുദ്ധി ഉയർത്തുകയാണ് എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ വിരലില് ആ വെള്ളത്തിലേക്ക്, ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് നമ്മുടെ വിരല് തട്ടിച്ചു കഴിഞ്ഞാൽ, നിയ്യത്തോടു കൂടി തട്ടിച്ചു കഴിഞ്ഞാൽ ആ വിരലിലെ വലിയ അശുദ്ധി അതോടുകൂടി ഉയരും. അപ്പോൾ ആ ബക്കറ്റിലെ വെള്ളം മുസ്തഅമലായി മാറി. ഇങ്ങനെയാണ് മുസ്തഅമലായ വെള്ളത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലുമുള്ള അശുദ്ധി ആ വെള്ളം കൊണ്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വെള്ളം മുസ്തഅമലാവുകയുള്ളൂ. അല്ലാതെ നമ്മുടെ കൈ തട്ടിയത് കൊണ്ടോ നമ്മൾ മുഴുവനും അതിൽ ഇറങ്ങി മുങ്ങിയത് കൊണ്ടോ, നിയ്യത്തില്ലാതെ മുങ്ങിയാൽ അശുദ്ധി ഉയരൂലല്ലോ, അപ്പൊ നിയ്യത്തില്ലാതെ മുങ്ങിയത് കൊണ്ടോ ഒരു വെള്ളം മുസ്തഅമലാവുകയില്ല എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ മറ്റൊന്ന്, ഈ മുസ്തഅമലായ വെള്ളം മുഖം കഴുകുമ്പോഴോ മറ്റോ അല്ലെങ്കിൽ കൈ കഴുകുമ്പോഴോ ഈ വെള്ളത്തിലേക്ക് തെറിച്ചു എന്ന് സങ്കല്പിക്കുക. ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒതുവെടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ ആ മുഖം കഴുകിയ വെള്ളം ആ ബക്കറ്റിലേക്ക് തെറിച്ചു, അതുകൊണ്ട് ആ ബക്കറ്റിലെ വെള്ളം മുസ്തഅമലാകും എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അതൊരിക്കലും ആവില്ല. വെള്ളം തെറിച്ചത് കൊണ്ട് ആ വെള്ളം മുസ്തഅമലാവില്ല. മറിച്ച് ശുദ്ധിയുള്ള വെള്ളം ആ ബക്കറ്റിലേക്ക് ലയിച്ചു ചേർന്ന വെള്ളം മാത്രമേ അതാകുന്നുള്ളൂ. അഥവാ ചായ, ജ്യൂസ് പോലത്തതൊക്കെ അതിലേക്ക് അല്പമായി പോയാൽ അതിൻ്റെ വിധി എന്താണോ ആ വിധിയാണ് ആ വെള്ളത്തിനുണ്ടാകുക. നമ്മൾ ഒന്നെടുത്ത വെള്ളം അതിലേക്ക് തെറിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് അല്പം ചായ അല്ലെങ്കിൽ വല്ല മുന്തിരി ജ്യൂസോ പോലെ എന്തെങ്കിലും അതിലേക്ക് ആയിപ്പോയാൽ അതിൻ്റെ വിധി എന്തായിരിക്കും? അത് താഹിറായ ശുദ്ധിയുള്ള വെള്ളം ഒരു വെള്ളത്തിലേക്ക് ആയിപ്പോയാൽ വെള്ളം എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള വ്യത്യാസം അതിന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. 1, 2, 8, 10 തുള്ളികൾ തെറിച്ചാലും ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് 8, 10, 20 തുള്ളികൾ തെറിച്ചാൽ പോലും ആ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു 5 ലിറ്റർ അല്ലെങ്കിൽ ഒരു 10 ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് ചായ ഒഴിച്ചാൽ പോലും അതിന് ചെറിയ ഒരു നിറവ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആരെങ്കിലും അത് കണ്ടാൽ തന്നെ എന്തോ ഒരു നിറവ്യത്യാസം ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒരവസ്ഥ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. അതിന് വെള്ളം എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മുസ്തഅമലായ വെള്ളത്തിനെ ഒരു ചായയായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ജ്യൂസായിട്ടോ ഒക്കെ സങ്കല്പിച്ചിട്ട് ആ ബക്കറ്റിലെ വെള്ളത്തിന് വ്യത്യാസം വരാൻ മാത്രം അതിലേക്ക് ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിലേ അതിന് പ്രശ്നമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ 1, 2, 8, 10 തുള്ളികൾ തെറിച്ചു എന്നത് ഒരു വിഷയമാക്കേണ്ടതില്ല എന്നർത്ഥം. നേരെ മറിച്ച് നിയ്യത്ത് ചെയ്തിട്ട് നമ്മുടെ വിരല് അതിൽ തട്ടിയാൽ പോലും ആ വെള്ളം മുഴുവനും മുസ്തഅമലാവും ചെയ്യും. പിന്നെ അത് തഹൂർ അല്ല, അത് താഹിർ മാത്രമായിരിക്കും. താഹിറായ വെള്ളം അതിലേക്ക് തെറിച്ചു എന്നതുകൊണ്ട് അത് മുസ്തഅമലാവുകയുമില്ല. മുസ്തഅമൽ ചേർന്ന വെള്ളം മാത്രമേ ആകുന്നുള്ളൂ എന്ന് സാരം. നജസ് കഴുകുന്നിടത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നജസ് ഹുക്മിയായ നജസാണെങ്കിൽ പോലും ദൃശ്യമല്ലാത്ത ഉണങ്ങിയ മൂത്രം പോലുള്ള അല്പം മൂത്രം ഉണങ്ങിപ്പോയാലുള്ളത് പോലെ ഒരു നിറമാണോ രുചിയൊന്നുമില്ലാത്ത ഒരു നജസ്, അതാണെങ്കിൽ പോലും 2 കൊല്ലത്തിൽ താഴെയുള്ള, 2 കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ 200 ലിറ്ററാണ് ഏകദേശം, ആ വെള്ളത്തിലേക്ക് പിന്നെ അതിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ അതിലേക്ക് ഈ നജസായ വസ്തു തട്ടിച്ചാൽ ആ വെള്ളം മുഴുവനും നജസായി മാറും എന്നാണ്. അപ്പോൾ ശുദ്ധിയാവുന്നില്ല, മുസ്തഅമലല്ല ആകുക. ഇപ്പൊ നമ്മുടെ ഒരു വസ്ത്രത്തിൽ ഒരു തുള്ളി മൂത്രമായി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, ആ വസ്ത്രം നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി, ഒരു ബക്കറ്റിൽ കൊണ്ടുപോയി മുക്കിയാൽ ആ വെള്ളം നജസാവുകയാണ് ചെയ്യുക.
അത് ശുദ്ധിയാവില്ല. അപ്പോൾ മുസ്തഅമലല്ല ആകണത്, വെള്ളം നജസ്സാകുകയാണ് ചെയ്യുക. അവിടെ നമ്മൾ ചെയ്യേണ്ടത് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കണം. ഈ വസ്ത്രത്തിലേക്ക് ബക്കറ്റിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച്, ഇങ്ങോട്ട്, അതിന് വാരിതായ വെള്ളം എന്നാണ് പറയാം. നജസിലേക്ക് വെള്ളം ഇങ്ങോട്ട് വരുന്നത്, നജസ് അങ്ങോട്ട് ചെല്ലുന്ന വെള്ളത്തിന് മൗറൂദ് എന്നാണ് പറയാം. മൗറൂദായ വെള്ളം നജസ്സാവും. 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ നജസ്സാവും. വാരിതാകുമ്പോൾ 2 കൊല്ലത്തിൽ താഴെയാകുമ്പോൾ നജസ്സാവുകയില്ല. ഈ നജസ്സിനെ അത് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വെള്ളത്തിൽ നമ്മുടെ കൈ സ്പർശിച്ചത് കൊണ്ടൊന്നും മുസ്തഅമലാവുകയില്ല എന്നും, അതുപോലെ മുസ്തഅമലായ വെള്ളത്തിന്റെ റഷാഷ്, അതിന്റെ തുള്ളികൾ തെറിച്ചത് കൊണ്ട് നേസാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫുഖഹാക്കൾ കസീറായ വെള്ളം, ഖലീലായ വെള്ളം, കുറഞ്ഞ വെള്ളം, കൂടിയ വെള്ളം എന്ന് പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. കുറഞ്ഞ വെള്ളം എന്നവർ പറയുന്നത് സുമാർ 200 ലിറ്ററിൽ താഴെയുള്ള വെള്ളത്തിനാണ്. 200 ലിറ്റർ ഒരു ടാങ്കിൽ 200 ലിറ്റർ കൊള്ളുമെങ്കിൽ, ഒരു ഡ്രമ്മിൽ, സാധാരണ മണ്ണെണ്ണ ഡ്രമ്മൊക്കെ 200 ലിറ്ററാണ് അതിലുണ്ടാകുക. അങ്ങനെ 200 ലിറ്റർ എത്തിക്കഴിഞ്ഞാൽ അത് കസീറാണ്, അത് അധികമുള്ള വെള്ളം എന്നാണ് പറയാം. ഖലീലായ വെള്ളം, കുറഞ്ഞ വെള്ളം എന്ന് പറയുന്നത് അതിൽ താഴെയുള്ള 100 ലിറ്ററോ 150 ലിറ്ററോ അങ്ങനെയുള്ള 200 തികയാത്ത 190 ലിറ്ററൊക്കെ ഉള്ളുവെങ്കിൽ അതാണ് ഖലീലായ വെള്ളം. അപ്പോൾ ഈ കുറഞ്ഞ വെള്ളം എന്നാണ് അതിന് പറയാം. അത് മുലാഖാത്ത് കൊണ്ട് നജസ് അതിൽ തട്ടിയാൽ തന്നെ നജസാവും. അതിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് നജസിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക എന്നല്ലാതെ നജസായ സാധനം അതിലേക്ക് നമ്മൾ കൊണ്ടുപോയി മുക്കാൻ പാടില്ല. ഇങ്ങനെ അഥവാ നജസിനെ അതിൽ കൊണ്ടുപോയി മുക്കിക്കഴിഞ്ഞാൽ അത് നജസായ വെള്ളമായി. അപ്പോൾ പിന്നെ അതിന് സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ ഏതാനും അതിന് കഴിയുമില്ല. അപ്പോൾ നമ്മൾ അലക്കും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഈ കസീറായ വെള്ളം 2 കൊല്ലത്തുണ്ടെങ്കിൽ 200 ലിറ്റർ തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നജസ്സാകണമെങ്കിൽ അതിന് നജസ് കൊണ്ടായി മുക്കിയത് കൊണ്ട് അത് നജസ്സാവില്ല. നജസ് കൊണ്ട് അതിന് പകർച്ച വരണം, വ്യത്യാസം വരണം. നിറവ്യത്യാസമോ രുചി വ്യത്യാസമോ മണവ്യത്യാസമോ ഉണ്ടെങ്കിൽ മാത്രമേ നജസ്സാവുള്ളൂ. അപ്പോൾ നമ്മുടെ കിണറ്റിൽ ഒരു നായ വീണു എന്ന്, ജീവനോടെ ഒരു നായ വീണു, അതിൽ 200 ലിറ്ററിലധികം വെള്ളമുള്ള സമയത്താണെങ്കിൽ ആ നായ അതിലേക്ക് വീണു എന്നതുകൊണ്ട് അത് നജസ്സാവുന്നില്ല. അതിൽ ചത്ത് ചീഞ്ഞതിൻ്റെ രോമങ്ങളൊക്കെ അതിൽ കലങ്ങി നാം മുക്കുന്ന ഒരു ബക്കറ്റ് വെള്ളം മുക്കുമ്പോൾ അതിലൊക്കെ അതിൻ്റെ രോമമുണ്ട് എന്നൊരവസ്ഥ വരുമ്പോൾ മാത്രമേ നജസ്സാവുള്ളൂ. നിറച്ച് ജീവനോടെ ഒരു നായ ചാടി ആ നായയെ നമ്മൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും നജസ്സാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുവാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.